വിനീത് എന്നോട് പണ്ട് മലർവാടി ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ കാഷ്വൽ ടോക്കിൽ വിനീത് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് ഓർത്താ, ഇപ്പൊ വിഷ്ണു ഞാനും ഫ്രണ്ട്സാ. വിഷ്ണു ഭയങ്കര വെൽ ഓഫാ, ജോലി പഠിത്തം കോളേജ് കഴിഞ്ഞു വലിയൊരു കമ്പനി ജോലി കിട്ടി. ഞാൻ തോറ്റൊക്കെ നടക്കുക, സപ്ലൈക്ക് എഴുതി നടക്കുക. അപ്പൊ അടുത്തൊരു വരവിൽ അപ്പൊ അമേരിക്കയിലാന്ന് നോക്കുക. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട് നവീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നല്ല ബുദ്ധിയുള്ള നല്ലൊരു മനുഷ്യൻ ചെയ്യുന്ന എന്റെ വിനീത് പറഞ്ഞപ്പോഴാണ് ഞാൻ റിലേറ്റ് ചെയ്തേ. വിഷ്ണു അടുത്ത വരവ് വെക്കേഷന് വരുമ്പം സന്തോഷത്തിന് എന്നെ കൊണ്ടുപോകേണ്ടത് ഒരു സ്റ്റാർ 5 സ്റ്റാറിന് ആയിരിക്കാം, പക്ഷെ ശരിക്കും കൊണ്ടുപോകേണ്ടത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും. ചിലപ്പോ ഞാൻ അവിടെ വന്ന് കംഫർട്ടബിൾ ആവില്ല. ഇത് പണ്ട് വിനീത് പറഞ്ഞ ശരിയാണ്. അവന് കംഫർട്ടബിൾ ചിലപ്പോ നാട്ടിൻപുറത്തെ ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ ധനസ്ഥിതി കാണിക്കാനല്ലോ. അപ്പൊ മറ്റേ ആളും അതിനല്ല. പക്ഷെ നമ്മൾ സെൻസിബിൾ ആയി ചിന്തിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് കംഫർട്ടബിൾ അവിടെ നമ്മൾ പോകണ്ടേ. മറ്റേടത്ത് അയാളെ നമ്മൾ സന്തോഷം കാണാൻ എല്ലാം കൊണ്ടുപോയാലും ചിലപ്പോ അയാൾ അയ്യോ ഒന്ന് അയാൾക്ക് ചിലപ്പോ അവിടെ പെരുമാറാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പോയി ചെയ്തിട്ടുള്ള റീലുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഹെൽത്ത് കുട്ടൊക്കെ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ബ്രേക്കിൽ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ. അതായത് നിങ്ങൾ ചെയ്ത റീലുകളുടെ പേരിൽ സാധാരണ നാട്ടുകാർ, സാധാരണ കുട്ടികൾ വന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഫാനാണെന്ന് പറയാ, അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യും? സന്തോഷം. അതായത് നമ്മളിപ്പോ തിരിച്ചറിയുന്നത് അത് ഇപ്പൊ നല്ലൊരു രീതിയിൽ നമ്മളെ തിരിച്ചറിയുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം റീല് മാത്രം എന്ന് പറയുന്നില്ല, ഈ റീലിലെ ഓഡിയൻസ് അല്ല സിനിമയിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ചില ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്, കൊച്ചു മക്കള്, വലിയ ആൾക്കാര്, ചില അമ്മമാര്, അവരൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര സന്തോഷമാണ് നമ്മൾ. അതായത് നമ്മൾ ചെയ്യുന്ന കൂടുതലും പയ്യന്മാരെ ആണെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്ത് നമ്മൾ അറിയപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇവരത് കാണാൻ സാധ്യത ഇല്ല, പക്ഷെ അവരെ തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം. മനസ്സിലായില്ലേ? ഇപ്പൊ അത് തന്നെയാണ് ചേട്ടൻ പറയുന്നത്. ചില വീഡിയോസ് ആദ്യം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവില്ല, അത് അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന കാര്യം ആദ്യമേ കിട്ടൂല. അതിപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിൽ കയറിയാലും അങ്ങനെയാണ്. ഒരു പുതിയ ഗ്യാങ്ങിനിടെ ചെല്ലുമ്പോൾ അവർ ചിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിരിക്കൂല, മനസ്സിലാവില്ല. പക്ഷെ കുറച്ചാൾ കൂട്ടുകൂടുമ്പോൾ നമുക്ക് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അതാണ് നമ്മളെ റീലിലെ കണക്ഷൻ വരുന്നത്. മുന്നേ കണ്ടാലേ ഇത് വരുമ്പോൾ ചിരി വരുള്ളൂ. അതിന് നമ്മളെ കൂട്ടുകാരുടെ ചില കാര്യങ്ങളൊക്കെ കളിയാക്കി ചിരിക്കുന്ന പോലെ നമ്മൾ ആ ഒരു വേൾഡിൽ വരുമ്പോ പിന്നെ ആ ഒരു സാധനം കിട്ടും. അതെ. പുറത്തുനിന്ന് ചില ആൾക്കാർ വരുമ്പോ ആദ്യം അക്സെപ്റ്റ് ആവൂല എല്ലാവർക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവര് ആദ്യം എതിർക്കും, നോക്കും, പിന്നെ അവർ കണ്ടുവരുമ്പോ ഇഷ്ടപ്പെടും. പിന്നെ ആൾക്കാർ അത് കണക്ക് തന്നെ ഈ വഴി വെച്ച് കാണുമ്പോഴും നമ്മളടുത്ത് കണ്ട് സംസാരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് തിരിച്ചറിയുന്നല്ലോ, ഇങ്ങനെയാണല്ലോ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സീനിയർ ആക്ടേഴ്സും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ അജു ചേട്ടനുണ്ട്, ബീജു ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. സുധീഷ് ചേട്ടനുണ്ട്, വിജയ് ബാബു ചേട്ടനുണ്ട്, അൽഫോൺസ് പുത്രനുണ്ടല്ലേ. ഓക്കെ, കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എടുത്തു പറഞ്ഞ അൽഫോൺസ് പുത്രൻ ഉണ്ടല്ലേ, എന്റെ തെറ്റാ. അപ്പൊ ഈ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ, അതായത് നിങ്ങളുടെ അല്ല, അപ്പൊ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഇവരെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരെ പറ്റി പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ നിങ്ങളുടെ കൂടെ വന്ന് അഭിനയിക്കുന്നു, ഇവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഐസ് ബ്രേക്ക് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് അവരായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഒന്ന് മാറിക്കണല്ലോ, അത് എങ്ങനെ സംഭവിക്കുന്നത്? അത് മെയിൻ കാര്യം അവർ ഇങ്ങോട്ടൊന്നും നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചൊന്ന് ഇതാവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ ഇങ്ങോട്ട് സംസാരിച്ച് എല്ലാം ലെവലാക്കി. അജു ചേട്ടനായ പോലും ഇങ്ങോട്ടാണ് വീഡിയോ കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. വാഴ 1ന്റെ പ്രൊമോഷൻ സമയത്ത് സെന്തരാസാസി പോയിട്ട് ഹാഷിർ ആൻഡ് ടീം എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ, ആരാധക വൃന്ദങ്ങൾ, ഏതാണ് വരുന്നത് എന്നുള്ള ഏത് തനി അസൂയയുടെ ഭാഗമായി ശ്രദ്ധിച്ച് അവസാനം ഇഷ്ടം ആയി മാറിയ ആണ് ഇവരുടെ വീഡിയോസിലൂടെ. എന്നിട്ടാണ് ഞാൻ വാഴ 2 എത്തുന്നത്. അത് ഞാൻ എത്തുന്ന പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ബിബിൻദാസ് വിളിച്ചു, സർ ഇത്രയും ദിവസമുള്ളോ, ഇനി കൂട്ടിക്കോളൂ. അങ്ങനെ മിക്കവരും ഓൾറെഡി വീഡിയോസ് ആ സമയം പോയി വാഴ 1 കഴിഞ്ഞൂടെ അവരുടെ പണിയെടുത്ത്, അല്ലാതെ ചുമ്മാ നോക്കിയ ഒരാൾ ഇഷ്ടപ്പെടുന്നല്ലോ. അവര് പണിയെടുത്തുണ്ടാക്കിയ കഥാപാത്രങ്ങളും സീനുകളും കണ്ട് നമുക്ക് ഇഷ്ടം വന്നു. അൽഫോൺസ് പുത്രൻ എങ്ങനെയാ ബ്രേക്ക് ചെയ്ത്? അടിപൊളിയാണ്, രസമാണ്. പുള്ളി നല്ല ക്യാരക്ടറാണ്. പുള്ളിയുടെ ചെയ്യുന്ന ഒരു സീനായ പോലും നമുക്കൊരു കംഫർട്ട് ഉണ്ട്. ഭയങ്കര ഒരു ഹാപ്പി മനുഷ്യൻ, ഒരു കംഫർട്ട്. അൽഫോൺസിന്റെ സീൻ കാലകം സീൻ, മെസ്സേജ് അയച്ചു ആ ഡബ് കണ്ടപ്പോ, നിങ്ങൾ കലക്കി കളഞ്ഞു. ഒരു കംഫർട്ട്. അത് മാത്രമല്ല, ഒരു നമുക്ക് വലിയൊരു സീനിയർ ആക്ടറാണ്, അതുകൊണ്ട്
പുള്ളി ആദ്യമേ എല്ലാവരും അജുചേട്ടനായാലും ബിജുക്കുട്ടൻ ചേട്ടനായാലും സുധീഷ് ചേട്ടനായാലും എല്ലാവരും നമ്മൾ ആ മിങ്കിൾ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഞാനൊരു സീനിയർ ആക്ടറാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല. അവർ സംസാരിക്കുന്ന രീതി ആയാലും നമ്മളെ കംഫർട്ടാക്കി, നമുക്ക് നമ്മളെ കൂടെ ചെയ്യുന്ന ഓരോ സീനായാൽ പോലും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ ഇവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. ഇത് സിനിമയെ നമുക്ക് കിട്ടിയതല്ല, നമുക്കിപ്പം ആൾക്കാരെ കിട്ടിയ സ്നേഹവും ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഇതൊന്നും നമുക്ക് സിനിമയിൽ വന്നതല്ല. ഇത് നമ്മൾ വേറൊരു മേഖലയെ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിൽ അവർ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര അംഗീകാരം. നമ്മൾ ഒന്നും കരുതാതെ, അതായത് പണ്ട് നമ്മൾ ടി വിയിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ അടുത്തിരിക്കുന്നതും സംസാരിക്കുന്നതും ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പോഴും, അതായത് നമ്മൾ ഇന്നായാലും ഇന്നിപ്പോ ഒരു കടയിൽ കയറിയാലും നമ്മൾ സംസാരിക്കും, ഇന്ന് ആരോടെ ഇരുന്നത് നീ ഈ ഇടയ്ക്ക് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരുന്ന് കുത്തിയൊക്കെ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് സിനിമ ഇങ്ങനെ. അപ്പോ അതെ അതെ. പിന്നെ ഒരുണ്ട് നമ്മള്, അതായത് നമ്മൾ കൊച്ചിയിലെ ടിവിയിലും തിയേറ്ററിലെ കണ്ട ആളോടെ നമ്മളിന്ന് അഭിനയിച്ചെന്നൊരു ചേട്ടനോട് അഭിനയിച്ച സീനായാലും എല്ലാവരുടെ ആ ഒരു സംസാരം ഇങ്ങനെ പറയുകയും ചെയ്തു. അതായത് എങ്ങനെയാണെന്നറിയോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാബാ കല്ലി പണ്ടൊക്കെ നമ്മൾ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴാണ് കൊച്ചുപിള്ളേർ എല്ലായിടത്തും കൊണ്ടുപോകണം, സ്കൂളിലേക്ക് പഠിക്കും. അതുകൊണ്ട് പണ്ട് തിയേറ്ററിൽ കൊണ്ടുവരുന്നു സിനിമ കാണിക്കാൻ വേണ്ടി. അതെ, അങ്ങനെ നമ്മളെല്ലാം കൂടെ ബാബാ കല്യാണിയാണ് കാണിക്കാൻ കൊണ്ടുപോയ ലാലേട്ടന്റെ പടം. അപ്പൊ ഞാൻ എത്രയുണ്ട്, ഞാൻ ആ സിനിമ കണ്ട ആ ലാലേട്ടന്റെ പടത്തിന്റെ കൂടെയാണ് ഇപ്പം. അപ്പൊ ഞാൻ ഇത് എങ്ങനെ സന്തോഷം, ആരാധന ഉള്ള അതൊരു അത് സോഷ്യൽ മീഡിയ അതിനെ എങ്ങനെ ഡൈസെക്ട് ചെയ്ത് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ നന്ദിയായിരിക്കും. മനസ്സിലായി, മൊത്തത്തിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഏത് മനുഷ്യനും അങ്ങനെയല്ലേ ഉള്ളൂ, അല്ലാതെ ഉടനെ ഈക്വൽ ആവുമോ ഇല്ല. ഇവര് അത് പൊട്ടത്തരല്ലേ, ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, പറയും. പക്ഷെ കൂടുതൽ ആൾക്കാരും നല്ലതിനു വേണ്ടി നിൽക്കും. ഇപ്പൊ സിനിമയാണെങ്കിൽ ഏതായാലും നല്ലതാണെങ്കിൽ ആൾക്കാർ എല്ലായിടത്തും വരെയും പോയി, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, അങ്ങനെ തന്നെ. അപ്പൊ ശരിക്കും നിങ്ങൾ സിനിമ ആഗ്രഹിച്ചിട്ട് ഉണ്ടായിരുന്നില്ലേ? സിനിമ ആഗ്രഹിച്ചല്ലേ നമ്മൾ ചെയ്ത്, അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ, അതായത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു, അത് നന്നായിട്ട് എല്ലാം മില്യൺസ് അല്ലേ, അപ്പൊ ഇങ്ങനെ ഉള്ളിൽ പോലും തോന്നിയിട്ടില്ല അല്ലെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ? അല്ല ബ്രോ, റീൽസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അല്ല ചെയ്തത്. സീരിയസ്ലി നമുക്കുള്ള ഒരു കണ്ടന്റ് ആൾക്കാർക്കിടയിൽ എത്തിക്കാൻ, നമ്മളൊരു ആ ഒരു വൈകിട്ടത്തെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലോ രാവിലെ എങ്ങനെയാണോ അത് ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്ത് തമാശയൊക്കെ ചെയ്ത് പോയി. അല്ലാണ്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ. പിന്നെ പണ്ടൊക്കെ വെറുതെ പറയുമായിരുന്നു. ഫസ്റ്റ് വീഡിയോയുടെ കഥ എന്താണ്? ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഫുഡ് കഴിക്കാൻ പോണ എന്റെ, അതായത് ഇപ്പൊ ഇങ്ങനെ ചോദിക്കും നിനക്ക് അത് വേണോ, അന്ന് ഞാൻ അത് വേണോന്ന് പറയുമ്പോ ഇവ അപ്പോഴും തീരുമാനം മാറ്റി. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പം ഊണും ഇതുണ്ട്. അപ്പൊ ഇവൻ എന്റെ ചെലവിലായിരിക്കും കഴിക്കാൻ വരുന്ന. അപ്പൊ ഞാൻ വെയിറ്ററിന്റെ അടുത്ത് ചോദിക്കും എന്തൊക്കെയുണ്ട് കഴിക്കാൻ. അപ്പൊ അവര് ഓർഡർ ഞങ്ങൾക്ക് എന്ത് വേണോ ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കും, സ്നേഹത്തോടെ ചോദിക്കും. ഇപ്പം ബിരിയാണി വേണോ ഊണ് വേണോ എന്ന് ചോദിക്കും. അപ്പം പറയും ബിരിയാണി, പിന്നെ ചേട്ടാ 2 ഊണ്. അങ്ങനെ ഇങ്ങനെ ഇവന്റെ അടുത്ത് എല്ലാം ചോദിച്ച് 2-3 തവണ ഞാൻ ഇത് തന്നെ കാണിക്കുന്നു. അപ്പൊ അവന് മനസ്സിലായി ഐസ്ക്രീം വേണോ ഫലൂഡ എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ ഫലൂഡയ്ക്ക് ഇഷ്ടം. അപ്പൊ ഐസ്ക്രീം പറയും, അപ്പൊ ഫലൂഡ ഓർഡർ ചെയ്യും. അപ്പൊ അതങ്ങനെ ഓർഡർ ചെയ്യും. അപ്പൊ അവന് കിട്ടാനുള്ള കാര്യം വീണ്ടും തിരിഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ, അതാണ് ഫസ്റ്റ് വീഡിയോ. പക്ഷെ നല്ല വൈറലായിരുന്നു കുറച്ച് ഫസ്റ്റ് വീഡിയോ.